ശ്രദ്ധിക്കുക ഇവിടെ അഡ്വാൻറ്റേജസ് ടു സെല്ലേഴ്സ്. അഡ്വാൻറ്റേജസ് ടു സെല്ലേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ ബ്രാൻഡിങ് കൊണ്ട് സെല്ലേഴ്സിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുകളാണ് പറയുന്നത്. ഒന്ന് ഈസി പ്രോഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ബ്രാൻഡിങ് ഹെൽപ്സ് സെല്ലേഴ്സ് ഐഡന്റിഫൈ ആൻഡ് പ്രൊമോട്ട് ദെയർ പ്രോഡക്റ്റ് ഈസിലി. അത് ഐഡന്റിഫൈ ചെയ്യാനും അത് ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് പറ്റും. അതാണ് അവിടെ ഈസി പ്രൊഡക്ഷൻ ഐഡന്റിഫിക്കേഷൻ അഡ്വാൻറ്റേജസ് ടു സെല്ലേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ റീറ്റെയിലർ ക്യാൻ ഈസിലി സ്റ്റോക്ക് ആൻഡ് സെൽ സാംസങ് മൊബൈൽസ്. ഒരു റീറ്റെയിലർക്ക് ഈസി ആയിട്ട് സ്റ്റോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുകയും ചെയ്യാം. അതാണ് എ റീറ്റെയിലർ ക്യാൻ ഈസിലി സ്റ്റോക്ക് ആൻഡ് സെൽ സാംസങ് മൊബൈൽ ഫോൺസ്. അതാണ് ഈസി പ്രോഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ്റെ ഒന്ന്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡിങ് ഹെൽപ്സ് എ പ്രോഡക്റ്റ് സ്റ്റാൻഡ് ഔട്ട് ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. എക്സാമ്പിൾ, മാഗി ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം അതർ നൂഡിൽസ് ആണ്. അപ്പൊ അത് പിന്നെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഡിഫറൻഷിയേറ്റ് ആയിട്ട് നിൽക്കാൻ ബ്രാൻഡിങ് സഹായിക്കും. ഇപ്പൊ എക്സാമ്പിൾ അതിൽ പറഞ്ഞു നോക്കിയ മാഗി ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം അതർ നൂഡിൽസ് ആണ്. മറ്റു നൂഡിൽസുകളിൽ നിന്നും മാഗി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ റീസൺ. മൂന്നാമത്തെ ബ്രാൻഡ് ലോയൽറ്റി ആൻഡ് മാർക്കറ്റ് പവർ ആണ്. ബ്രാൻഡ് ലോയൽറ്റി ആൻഡ് മാർക്കറ്റ് പവർ. സ്ട്രോങ് ബ്രാൻഡ് ലോയൽറ്റി ഗീവ്സ് ദി ഫേം കോസ്റ്റ്ലി മൊണോപ്പൊളി പവർ. ഒരു സ്ട്രോങ് ബ്രാൻഡ് ലോയൽറ്റി ഉള്ള ഒരു ഫേമിന് ആ ഫേം ഒരു കോസ്റ്റ്ലി മൊണോപ്പൊളി പവർ ആയിട്ട് മാറും. അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന അർത്ഥം. ലോയൽ ആപ്പിൾ യൂസേഴ്സ് കണ്ടിന്യൂ ബൈങ് ആപ്പിൾ പ്രോഡക്ട്സ് ഡെസ്പൈറ്റ് ഹൈ പ്രൈസസ്. ഇവിടെ ഇപ്പോൾ ലോയൽ ആപ്പിളിന്റെ പ്രോഡക്ട്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബ്രാൻഡായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ യൂസേഴ്സ് കണ്ടിന്യൂ അത് ബൈ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യും ആപ്പിൾ പ്രൊഡക്ട്സ് ഡെസ്പൈറ്റ് ഹൈ പ്രൈസ് ആണെങ്കിൽ. അത് ഹൈ പ്രൈസ് ആണെങ്കിൽ പോലും എന്നർത്ഥം. അപ്പൊ അത് ബ്രാൻഡ് ലോയൽറ്റി ആൻഡ് മാർക്കറ്റ് പവർ, ഇത് അഡ്വാൻറ്റേജസ് ഓഫ് ദി സെല്ലേഴ്സ് ആണ്. അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് മൊത്തമായിട്ട് ബ്രാൻഡിങ് കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. ഒന്ന്, ഇംപ്രൂവ്മെന്റ് ഇൻ പ്രോഡക്റ്റ് ക്വാളിറ്റി. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ബ്രാൻഡ്സ് മെയിൻറ്റെയിൻ ക്വാളിറ്റി ടു പ്രൊഡക്റ്റ് ദെയർ റെപ്യൂട്ടേഷൻ. ആ ബ്രാൻഡ് അതിന്റെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കും. അപ്പൊ അത് ഓൾ സൊസൈറ്റിക്ക് എന്താണ്, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നർത്ഥം. ഇനി ബെറ്റർ പ്രോഡക്റ്റ് നോളജ്. ബ്രാൻഡിങ് ആൻഡ് അഡ്വർടൈസിങ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോഡക്ട്സ്. പലപ്പോഴും ബ്രാൻഡിങ് ആൻഡ് അഡ്വർടൈസിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോഡക്ട്സ്. പ്രോഡക്റ്റിന്റെ ഇൻഫർമേഷനെ കുറിച്ചിട്ട് അത് വ്യക്തതയോടുകൂടി പറയും. ലേബിൾസ് ഓൺ പാക്ക്ഡ് ഫുഡ്സ് ഹെൽപ്പ് കൺസ്യൂമേഴ്സ് കമ്പയർ ന്യൂട്രീഷൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പാക്ക്ഡ് ഫുഡിന്റെ മേലെ ഈ പറയുന്ന ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടുള്ള ലേബിൾസ്, അത് പെർഫെക്റ്റ് നോളജ് ഉണ്ടാക്കും. ക്ലിയർ ആണ്. ദെൻ ബെറ്റർ നോളജ് പറഞ്ഞു. റാഷണൽ യൂസ് ഓഫ് റിസോഴ്സസ്. റാഷണൽ യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇൻഫോംഡ് കൺസ്യൂമേഴ്സ് മേക്ക് റാഷണൽ ചോയ്സസ് ലീഡിംഗ് ടു സോഷ്യൽ വെൽഫെയർ. ബയേഴ്സ് ചൂസ് എനർജി എഫിഷ്യന്റ് ബ്രാൻഡഡ് അപ്ലയൻസസ്. ബയേഴ്സ് ചൂസ് എനർജി എഫിഷ്യന്റ് ബ്രാൻഡഡ് അപ്ലയൻസസ് ആണ്. അതാണ് റാഷണൽ യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജസ് ടു ബയേഴ്സ് ആണ്. ബയേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒന്നാണ് ഹയർ പ്രൈസ് ആയിരിക്കും. ബ്രാൻഡിങ് ആൻഡ് പ്രൊമോഷൻ ഇൻക്രീസസ് കോസ്റ്റ്. പലപ്പോഴും ബ്രാൻഡിങ്ങും അതിന്റെ പ്രൊമോഷനും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. സോ വിച്ച് ഈസ് പാസ്ഡ് ഓൺ ടു കൺസ്യൂമേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നു? വിച്ച് ഈസ് പാസ്ഡ് ഓൺ ടു കൺസ്യൂമേഴ്സ്. ഇതെന്താണ്? കൺസ്യൂമേഴ്സിലേക്ക് ഇതിന്റെ ഓൾ ബിയർ എന്ത് ചെയ്യും? ഓൾ ബേർഡൻ പാസ് ചെയ്യപ്പെടും. എക്സാമ്പിൾ, ബ്രാൻഡഡ് ഷർട്ട്സ് ആർ കോസ്റ്റ്ലിയർ ദാൻ അൺബ്രാൻഡഡ് വൺസ്. നമുക്കറിയാം ബ്രാൻഡഡ് ഷർട്ടുകൾ അൺബ്രാൻഡഡ് ഷർട്ടുകളേക്കാൾ കോസ്റ്റ്ലി ആയിരിക്കും. ഇതിനടുത്ത് പോസിബിൾ ക്വാളിറ്റി റിഡക്ഷൻ. Popular brands may reduce quality due to consumer trust.
Example, a well-known brand may cut quality but keep the same price. Possible quality reduction. Popular brands may reduce quality due to consumer trust. A well-known brand may cut quality but keep the same price. അതാണ് പോസിബിൾ ക്വാളിറ്റി റിഡക്ഷന്റെ ഉദ്ദേശം അവിടെ പറയുന്നത്. അതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ പ്രോഡക്റ്റ് അതിന്റെ ക്വാളിറ്റി ചിലപ്പോൾ കട്ട് ചെയ്തിരിക്കുക, പക്ഷെ അത് കൺസ്യൂമർ ട്രസ്റ്റ് അത് ഇല്ല എന്ന് വിചാരിക്കുന്ന അർത്ഥം. ഇതിനടുത്ത ഡിസഡ്വാൻറ്റേജസ് ടു സെല്ലേഴ്സ്. ഡിസഡ്വാൻറ്റേജസ് ടു സെല്ലേഴ്സ്, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ. അത് സെല്ലേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് വരും. ദെൻ ഡിഫിക്കൽട്ടി ഇൻ അച്ചീവിങ് സെയിൽസ് ടാർഗറ്റ്സ്. സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് മാറും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി ആണ്. സോ സോഷ്യൽ വേസ്റ്റ് വരും. ഹെവി അഡ്വർടൈസിംഗ് ഈസ് കൺസിഡേർഡ് വേസ്റ്റ്ഫുൾ ഫ്രം സൊസൈറ്റീസ് പോയിന്റ് ഓഫ് വ്യൂ. റെപ്യൂട്ടഡ് ടിവിസ് ആഡ്സ് ഇൻക്രീസ് കോസ്റ്റ് വിത്തൗട്ട്, അതിന് ഒരുപാട് വേസ്റ്റുകൾ വരും, ഒരുപാട് അനാവശ്യമായ ചെലവ് വരുന്ന അർത്ഥം. അതാണ് അവിടെ പറയുന്നത്. ഇനി എൻട്രി ബാരിയർ ഫോർ ന്യൂ ഫേംസ്. ബ്രാൻഡ് ഉണ്ടാകുമ്പോൾ പുതിയ ഫേംസുകൾക്ക് മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നത് വേറായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്കറിയാം എക്സാം സമ്മറി ആയിട്ട് ബയേഴ്സ് ക്വാളിറ്റി, കൺവീനിയൻസ്, സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹയർ പ്രൈസ്. സെല്ലേഴ്സ് ആണെങ്കിൽ ഐഡന്റിഫിക്കേഷൻ, ലോയൽറ്റി, പവർ, ബെറ്റർ ക്വാളിറ്റി, ഇൻഫർമേഷൻ. ബട്ട് സോഷ്യൽ വേസ്റ്റ് ആൻഡ് ബ്രാക്കറ്റിൽ എഴുതിയുള്ളതെല്ലാം തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജും അപ്പുറത്ത് എഴുതിയുള്ളത് അഡ്വാൻറ്റേജുമാണ് ബയേഴ്സിനും സെല്ലേഴ്സും സൊസൈറ്റി. ഓക്കെ, ഇനി അവിടെ സെലക്ടിങ് എ ഗുഡ് ബ്രാൻഡ് നെയിം, അതിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒന്ന് റിലേറ്റഡ് ടു ദി പ്രോഡക്റ്റുമായി റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കണം. പിന്നെ ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം. അത് നമുക്ക് ചാൻസലർ ഫോർ സിഗരറ്റ് സജസ്റ്റ് സ്റ്റാറ്റസ്, പവർ ആൻഡ് ലക്ഷറി. മൂന്നാമത്തെ ഈസി ടു പ്രൊണൗൺസ് ആൻഡ് റിമെമ്പർ. ഇതൊക്കെ ജസ്റ്റ് അതിന്റെ ഹെഡ്ലൈനുകൾ മാത്രം പഠിച്ചാൽ മതി. കേപ്പബിൾ ഓഫ് ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് ബ്രാൻഡ് നെയിം. ഇനി സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ട്രേഡ് മാർക്ക്. ഒന്ന്, യൂസ് ജനറിക് നെയിം അലോങ് വിത്ത് ബ്രാൻഡ്. ഗീവ് ലീഗൽ നോട്ടീസ് കൊടുക്കണം. യൂസ് സ്പെഷ്യൽ ഗ്രാഫിക് ഡിസൈൻ. അവോയ്ഡ് റോങ്ഫുൾ ഗ്രാമാറ്റിക് യൂസേജ്. ഡു നോട്ട് ആൾട്ടർ ബ്രാൻഡ് നെയിം. യൂസ് ട്രേഡ് മാർക്ക് ഫോർ എ പ്രോഡക്റ്റ് ലൈൻ. ഇനി ഇത് 1 പേജ് എക്സാം സമ്മറി. ഗുഡ് ബ്രാൻഡ് നെയിം ഷുഡ് ബി പ്രോഡക്റ്റ് റിലേറ്റഡ്, ഡിസ്റ്റിങ്റ്റീവ്, ഈസി ടു റിമെമ്പർ, ലീഗലി പ്രൊട്ടക്റ്റബിൾ. ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡ്സ് generic name usage, symbol, special design, proper grammatical use, no alteration, consistent usage. ഇത്രയുമാണ് അവിടെ വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഹെഡ്ലൈനിൽ മാത്രം പഠിച്ചു വെച്ചാൽ മതി. പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് പാക്കേജിംഗ്? What is packaging? Meaning of packaging. Packaging means designing and producing the container or wrapper for a product. Almost all products sold in the market require packaging. Some marketers even call packaging fifth. The packaging ആണ്. Definitions of packaging, technical definition ഉണ്ട്. Packaging, the art ആണ്. It's the art ആണ്, science and technology. Preparing goods for transport and sale. This identification highlights two important aspects. Physical aspects വരുന്നുണ്ട്, then behavioral aspect വരുന്നുണ്ട്. ഇനി മാർക്കറ്റിംഗ് ഡെഫിനിഷനിൽ പാക്കേജിംഗ് എന്ന് പറയുന്നത് the activities of designing and producing the container wrapper for a product. Container wrapper called package ആണ്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഇനി 3 ലെവൽസ് ഉണ്ട്. പ്രൈമറി പാക്കേജ് ഉണ്ട്, സെക്കൻഡറി പാക്കേജ് ഉണ്ട്, ഷിപ്പിംഗ് പാക്കേജ് ഉണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് കണ്ടെയ്നർ ഓഫ് എ പ്രോഡക്റ്റ് ആണ്. കംസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് പ്രോഡക്റ്റ്. ട്യൂബ് കണ്ടെയ്നിങ് ഷേവിംഗ് ക്രീം. സെക്കൻഡറി കാർഡ്ബോർഡ് ബോക്സ് കവറിംഗ് ദി സേവിംഗ് ക്രീം ട്യൂബ്. യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഷിപ്പിംഗ് പാക്കേജ്. എക്സാമ്പിൾ, large cardboard box containing many shaving creams tubes. Labeling is part of packaging. Example, price അതിൽ ഉണ്ടാവും, ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. പാക്കേജിംഗ് ഇൻഡസ്ട്രി പാർട്ട് ഓഫ് ലാബലിംഗ് എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് പാക്കേജിംഗ് ആണ്. പാർട്ട് ഓഫ് പാക്കേജിംഗ്.
പാർട്ട് ഓഫ് പാക്കേജിംഗ് ആണ് ലേബലിംഗ്. ഓക്കെ, പാർട്ട് ഓഫ് പാക്കേജിംഗ് ആണ്. ഇനി ദ പാക്കേജിംഗ് ഇൻഡസ്ട്രി കൺസിസ്റ്റ് ഓഫ് ടു മേജർ സെഗ്മെന്റ്സ്. ഒന്ന് മാനുഫാക്ചേഴ്സ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ്, ദേ പ്രൊഡ്യൂസ് റോ മെറ്റീരിയൽസ്. ടിന്ന് പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണ്. ടിന്നുണ്ട്, പേപ്പർ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, അത് അറിയുന്നതാണല്ലോ. ഓക്കെ, പാക്കേജിംഗ് ഫോമിംഗ് ഫേംസ്. The firms convert materials into packages such as bottles, boxes, cartons, supporting units. Label printing firms, packaging research agencies, design and test agencies. These firms help in package development and improvement. Packaging revolution. New packaging materials are അത് നോക്കുക, മെറ്റീരിയൽസ്, മെറ്റൽസ്, ഇത് നമുക്കറിയാം പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ അത് നോക്കി വെക്കാം. പാക്കേജിംഗ് ഫോർമേഷൻ, അത് യൂണിറ്റ് പാക്കേജസ് യൂസ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഷോ ഗ്രേറ്റ് വെറൈറ്റി, ഷേപ്പ് ആൻഡ് സൈസ്. മാസ്റ്റർ cartons and used for transport are becoming standardized. Reasons for standardization. അത് അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ്റെ റീസൺ ഒന്ന് ഈസി ഹാൻഡ്ലിംഗ് ആണ്, സേഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, റെഡ്യൂസ്ഡ് കോസ്റ്റ് ആണ്, ലെസ് ഡാമേജ് ആൻഡ് ലോസ് ഡ്യൂറിംഗ് ട്രാൻസിഷൻ. ഇപ്പൊ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഡിസൈനിങ്, പ്രൊഡ്യൂസിങ് കണ്ടെയ്നേഴ്സ്, അതിൻ്റെ അർത്ഥം ആഡ്സ് വാല്യൂ, പ്രൊട്ടക്ട്സ് പ്രൊഡക്റ്റ്. 3 ലെവൽസ് ആണ്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ഷിപ്പിംഗ് ഉണ്ട്. ദെൻ ലേബലിംഗ് ഈസ് പാർട്ട് ഓഫ് പാക്കേജിംഗ് അല്ലെ. ലേബലിംഗ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് പാക്കേജിംഗ് ആണ്. പാക്കേജിംഗ് ഇൻഡസ്ട്രി ഈസ് ഈക്വൽ മെറ്റീരിയൽ മേക്കേഴ്സ് പ്ലസ് പാക്കേജ് ഫോമേഴ്സ്. ന്യൂ മെറ്റീരിയൽ റീപ്ലേസിംഗ് ഓൾഡ് വൺസ്. ന്യൂ മെറ്റീരിയൽസ് റീപ്ലേസിംഗ് ഓൾഡ് വൺസ്. സ്റ്റാൻഡർഡൈസേഷൻ റെഡ്യൂസസ് കോസ്റ്റ് ആൻഡ് ഡാമേജ്. സ്റ്റാൻഡർഡൈസേഷൻ റെഡ്യൂസസ് കോസ്റ്റ് ആൻഡ് ഡാമേജ്. ഫങ്ഷൻസ് ഓഫ് പാക്കേജ് കൂടി കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അവിടെ. പാക്കേജിംഗ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആണ്, അപ്പീൽ ആണ്, പെർഫോമൻസ് ആണ്, കൺവീനിയൻസ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. പ്രൊട്ടക്ഷൻ എന്താണെന്ന് അറിയാലോ. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് പാക്കേജിംഗ് ആണ്. പ്രോഡക്റ്റിനെ ഡാമേജിൽ നിന്നും, ഹസാർഡ്സിൽ നിന്നും, ട്രാൻസ്പോർട്ടേഷനിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതാണ് അത് ഉദ്ദേശിക്കുന്ന. എക്സാമ്പിൾ അതിൽ ക്ലിയർ ആണ്. അതിൽ കൃത്യമായിട്ട് എക്സാമ്പിൾ ഉണ്ട്, നല്ല എക്സാമ്പിളുകളുണ്ട്. നിങ്ങൾ നോട്ട് നോക്കിയിട്ട് വായിക്കുക. അപ്പീല്. Packaging acts as a marketing tool and often called silent salesman. Especially ഈ വേർഡ് ഓർമ്മയിൽ വെക്കണം, സൈലന്റ് സെയിൽസ്മാൻ. എസ്പെഷ്യലി ഇൻ സെൽഫ് സർവീസ് സ്റ്റോർസ്. റോൾ ഓഫ് പാക്കേജിംഗ് അപ്പീൽ. എ ഗുഡ് പാക്കേജ് ഷുഡ് അട്രാക്ട് അറ്റൻഷൻ. കളർഫുൾ ചോക്ലേറ്റ് വാർപ്സ് എന്താ, അതിൽ വ്യക്തമായിട്ട് ഓരോന്ന് ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് വായിക്കുക. ഇനി റിസർച്ച് മെയിൻലി ഫോക്കസ് ഓൺ കളർ. സോഫ്റ്റ് കളേഴ്സ് ഫോർ ബേബി പ്രൊഡക്ട്സ്, dark colors for luxurious products. Color preferences varies across countries due to cultural differences. Then container design, shape and size affected by protection. Slim and attractive containers used for beauty products. Graphics and logos also help building brand image. Performance. A package must perform the function for which it is designed. എക്സാമ്പിൾ നോക്കൂ. കൺവീനിയൻസ്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മെമ്പേഴ്സ്, അത് കൺവീനിയൻസ് ഷുഡ് ബി കൺവീനിയന്റ് ഫോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലേഴ്സിന്. എ ഗുഡ് പാക്കേജ് ഷുഡ് ബി ഈസി ടു സ്റ്റോക്ക്, ബി ഈസി ടു ഡിസ്പ്ലേ, നോട്ട് വേസ്റ്റ് സെൽഫ് സ്പേസ് എന്നുള്ളതൊക്കെ നന്നായിട്ട് നോക്കി വെക്കേണ്ട ഒന്നാണ്. ബി ഈസി ടു ഡിസ്പോസ് ഓഫ് മാസ്റ്റർ കാർട്ടൺസ്. ഓക്കെ, ഇനി അതില് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. 1 ബൈ സമ്മറി എന്ന് വരുമ്പോൾ പാക്കേജിങ്ങിന് 5 ഫങ്ഷൻസ് ഉണ്ട് നോക്കുക. പ്രൊട്ടക്ഷൻ ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ആണ്. അപ്പീൽ ആക്സ് സൈലന്റ് സെയിൽസ്മാൻ ആണ്. പെർഫോമൻസ് എൻഷുർ യൂസബിലിറ്റി ആണ്. കൺവീനിയൻസ് ഹെൽപ്പ് യൂസേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൺസിഡർ. ഇത് ഈ 1 പേജ് സമ്മറി ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വായിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു. ബ്ലോക്ക് നമ്പർ 2 അവസാനിച്ചു.